അപ്പോൾ പ്രിയപ്പെട്ടവരെ, മഴ മാത്രമല്ല ചിലർക്ക് പ്രശ്നം. മഴയോടൊപ്പം വരുന്ന വന്യജീവികളും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പലയിടങ്ങളിലും. കനത്ത മഴയ്ക്കിടയിലും കാട്ടാനപ്പേടിയിലാണ് ഇടുക്കിയിലെ പല പ്രദേശങ്ങളും. ആർത്തുപെയ്യുന്ന മഴയ്ക്കും കാറ്റിനുമൊപ്പം കാട്ടാനയും ആശങ്ക സൃഷ്ടിക്കുകയാണ്. കൃഷിയിടത്തിലെത്തുന്ന വന്യജീവികൾ സർവ്വതും തകർത്ത് തരിപ്പണമാക്കിയാണ് പ്രദേശം വിടുന്നത്. ഉപ്പുതറയിലും വാളറയിലും കഴിഞ്ഞ ഒരാഴ്ചയായി ഉറക്കമില്ലാത്ത രാത്രികളാണ് പൊതുജനങ്ങൾക്ക്. ഒന്ന് കണ്ടുവരാം. മഴപ്പേടിയിലാണ് ഇടുക്കി ജില്ല മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇരട്ടപ്രഹരം എന്നോണം കാട്ടാന ശല്യവും വിവിധയിടങ്ങളിൽ രൂക്ഷമാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പുതറ മുത്തമ്പടിയിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിലെത്തിയ കാട്ടാന വലിയ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. വാഴക്കൃഷിയൊക്കെ നശിപ്പിച്ചത് ഈ കാണുന്ന പോലെ തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണ്. വാഴക്കൃഷിക്ക് പുറമെ നിരവധി കൃഷികളും തകർത്തിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ചേച്ചി, ഇന്നലെ ഉറങ്ങുന്ന സമയത്തൊക്കെയാണല്ലേ കാട്ടാന എത്തിയത്? സമയത്താണ്. ഞങ്ങൾ 2 മാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞങ്ങൾ പറയാവുന്നവരോടെല്ലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ വാച്ചർമാർ ഓടി വരും, വന്ന് പടക്കം പൊട്ടിക്കും, ആന ഓടിക്കും. അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ട്. ഞങ്ങൾ കൂലിപ്പണിയും കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യന് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെയാണ് ഈ കാട്ടാന ഇന്നലെ രാത്രി എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇങ്ങനെ നേരെ നിൽക്കേണ്ട ഒരു കൊടിയാണ്. ഇതൊക്കെയാണ് ഇടിച്ച് മറിച്ച ശേഷം ഇങ്ങനെ തളർത്തി ഇട്ടേക്കുന്നതെന്നാണ് ഏറ്റവും ആശങ്കയാക്കുന്ന കാര്യം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ചേട്ടാ, എങ്ങനെയാ ഈ കാട്ടാന ശല്യം ഇങ്ങനെ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുകയാണല്ലോ? കുറേ കാലമായിട്ട് ഇങ്ങനെ കാട്ടാന ശല്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. കാരണം കിടന്നുറങ്ങാൻ പോലും മേലാത്ത രീതിയിൽ ഒരു 2 മണി 3 മണി രാത്രികളിൽ ആന വന്നിട്ട് ഞങ്ങൾക്ക് വളരെ ശല്യമായിട്ട് ഉണ്ട്. പ്രായമുള്ള ആൾക്കാരുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. തൊട്ടു താഴെ ഫെൻസിങ്ങിന്റെ നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ പ്രവൃത്തികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടില്ല എന്നതാണ് ആശങ്കയായി ജനങ്ങൾ പറയുന്നത്. തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി എത്തിയ ആനയുടെ കാൽപ്പാടുകളൊക്കെ കാണാം. ഈ കാൽപ്പാടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒത്തിരി വലിയ ആനയല്ല, പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടാക്കി വെക്കുന്നു എന്നതാണ് ഉപ്പുതറയിൽ നിന്നുള്ള കാര്യം. ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ചേട്ടാ, രാത്രി എങ്ങനെ കാട്ടാന ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഭയത്തിലാണോ? ഞങ്ങൾ അയൽവാസികളും എല്ലാവരും കയറി ആന ഓടിക്കും. അയൽവക്കംകാരുടെയും എൻ്റേതും ഒരുപാട് മുതലുകളും നഷ്ടങ്ങളും എല്ലാം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പരിമിതികളുള്ള ആളുകളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. കാക്കത്തോട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആശങ്കയായി ഈ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. മഴയെ പേടിക്കണം, അതിനിടയിൽ തന്നെയാണ് ഈ വന്യജീവികളെയും പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.